ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാം ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എത്ര കിലോ വെളുത്തുള്ളി ആയിക്കോട്ടെ, ഇഞ്ചി ആയിക്കോട്ടെ, ഇനി അതല്ല ചെറിയുള്ളി ആണെങ്കിലും കത്തിയുടെ ആവശ്യമോ അല്ലെങ്കിൽ മണിക്കൂർ കണക്കിന് നമ്മൾ ഇരുന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ തൊലി കളയുന്നതെങ്കിൽ. അത് മാത്രമല്ല, നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള അരിപ്പ ഉപയോഗിച്ചിട്ട് ഈ ഒരു സൂത്രം നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ എത്ര കിലോ വെളുത്തുള്ളി ആയിക്കോട്ടെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ അതിന്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. 2 മെത്തേഡിലാണ് നമ്മളിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി ഇതെല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അത് മാത്രമല്ല, ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം ധാരാളം വെളുത്തുള്ളിൻ്റെയും ചെറിയുള്ളിൻ്റെയും ഒക്കെ ആവശ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് എന്തായാലും ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അല്ലി കളഞ്ഞിട്ട് എടുത്തു വെക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ചെയ്ത് കാണിക്കുന്നുള്ളൂ, കാരണം ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി മാത്രമേ ഇപ്പം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെളുത്തുള്ളി എടുക്കാൻ വേണ്ടി കഴിയും. നമ്മൾ എടുക്കുന്ന വെളുത്തുള്ളിൻ്റെ അത്രയും അല്ലിയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യം ഇതുപോലെ എടുത്തു വെക്കണം. എന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെളുത്തുള്ളിൻ്റെ അല്ലിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത ശേഷം ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളമാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂടുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് തന്നെ വെളുത്തുള്ളിൻ്റെ തോലൊക്കെ നല്ലപോലെ കുതിർന്നിട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കാണാം. ഇതിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈവശമൊന്ന് തിരുമ്മി കൊടുത്താൽ തന്നെ ഇതിൻ്റെ തോലൊക്കെ വേഗം വേർപെട്ട് വരും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഈസി ആയിട്ടാണ് ഈ വെളുത്തുള്ളിൻ്റെ തോലൊക്കെ പോയി കിട്ടുന്നതെന്ന്. സാധാരണ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് വെളുത്തുള്ളിൻ്റെ തോലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നഖത്തിലും കയ്യിലൊക്കെ നല്ലപോലെ എരിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എത്ര കിലോ വെളുത്തുള്ളി ആണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആരുടെയും സഹായമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തൊലി കളയുന്നതുകൊണ്ട് വെളുത്തുള്ളിക്ക് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. പിന്നെ അതുമല്ല, ഈ തോലും വെള്ളമൊക്കെ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ ഇത് നല്ലൊരു വളമായിരിക്കും. അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് തോല് പോക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള ചെറിയുള്ളിയും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ചെറിയുള്ളി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയുള്ളിയിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയുള്ളി നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ അത് അങ്ങനെ തന്നെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നതിന് ശേഷം നമ്മൾ കൈവച്ചിട്ട് ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് തിരുമ്പി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ചെറിയുള്ളിൻ്റെ തോലൊക്കെ നമുക്ക് പോയി കിട്ടും. കത്തിന്റെ സഹായം ഇല്ലാതെ, ഒട്ടും കൈവേദന ഇല്ലാതെ, നമ്മുടെ കണ്ണിന്ന് ഒരു തുള്ളി പോലും വെള്ളം വരാതെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെറിയുള്ളിൻ്റെ തോലൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയുള്ളിൻ്റെ തോല് പോക്കുന്ന സമയത്ത് നമ്മളെ മുൻവശത്ത് കാണുന്ന ആ ഒരു സാധനം ഇല്ലേ, അത് കളയാതെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ചീത്തയായി പോവാതെ നമുക്ക് കിട്ടും. ഒരു 10 മിനിറ്റ് ചെറിയുള്ളി ഇതുപോലെ തണുത്ത വെള്ളത്തിൽ കുതിർത്തി വെച്ചപ്പോഴേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് തോല് പോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ വെളുത്തുള്ളിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെറിയുള്ളി ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ആരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് എത്ര കിലോ ചെറിയുള്ളി വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ക്ലീൻ ചെയ്ത വെള്ളവും തോലൊക്കെ നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു വളമായിരിക്കും. ഇനി നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. അപ്പൊ ഇനി അതുപോലെ തന്നെ എത്ര കിലോ ഇഞ്ചി ആണെങ്കിലും അതിന്റെ തോല് കളയാൻ വേണ്ടിയിട്ട് കത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ല. നമുക്കിതുപോലെ ഒരു കുപ്പീൻ്റെ മൂടി മാത്രം മതി എത്ര കിലോ ഇഞ്ചി വേണമെങ്കിലും ഈസി ആയിട്ട് തോല് കളഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കത്തിയും പീലറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ കളഞ്ഞെടുക്കുന്ന സമയത്ത് ഇഞ്ചിൻ്റെ തോലിൻ്റെ കൂടെ തന്നെ ധാരാളം ഇഞ്ചിയും കൂടെ വേസ്റ്റ് ആവാറുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു മൂടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇഞ്ചിൻ്റെ തോല് മാത്രമേ പോകൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തുള്ളി ഇഞ്ചി പോലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റായി പോകുന്നില്ല. അപ്പൊ നമ്മൾ സാധാരണ കത്തി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇഞ്ചി ക്ലീൻ ചെയ്യുന്നോ അതുപോലെ എത്ര കിലോ ഇഞ്ചി ആണെങ്കിലും നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഒരു മൂടി മാത്രം ഉപയോഗിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ഉണ്ടാവുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇഞ്ചിന്റെ എല്ലാ സൈഡിലെയും തൊലി എങ്ങനെ കളഞ്ഞെടുക്കുന്നോ അതുപോലെ തന്നെ ഈ മൂടി ഉപയോഗിച്ചിട്ട് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സമയത്ത് പിന്നെ അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കത്തി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഇഞ്ചി വെറുതെ വേസ്റ്റ് ആവും. എന്നാൽ ഇതുപോലെ മൂടി വെച്ച് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഇഞ്ചി വേസ്റ്റ് ആവില്ല, വേസ്റ്റ് ആയി പോവുകയില്ല. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മൂടി ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇഞ്ചി ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക്
കത്തി ഉപയോഗിച്ച് ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റേജ് ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഉണ്ടാവില്ല. നമ്മൾ തോല് കളയുന്ന സമയത്ത് ഇഞ്ചിൻ്റെ തോല് മാത്രമേ പോവുള്ളൂ. കുറച്ച് പോലും ഇഞ്ചി ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യുമ്പോഴും വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് ഇനിയിപ്പം മൂടിയില്ല അല്ലെങ്കിൽ മൂടി വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കിലോ ഇഞ്ചി വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ തോല് പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് രാവിലെയൊക്കെ ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിൻ്റെയും ചെറിയുള്ളിൻ്റെ ഒക്കെ തോല് പോക്കണം എന്നാണെങ്കിൽ ഇതുപോലെ ഒരു 5 മിനിറ്റ് മാത്രം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ എടുത്ത് നമ്മൾ കുതിർത്തി വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിൻ്റെ തോലൊക്കെ പോയി കിട്ടും. ഞാൻ ഈ പറഞ്ഞ ഈ 2 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എത്ര വെളുത്തുള്ളി വേണമെങ്കിലും തോല് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ കിലോ കണക്കിന് വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അടിയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂയോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളികളൊക്കെ വെച്ചിട്ട് ടൈറ്റായിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.